ഹായ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫങ്ഷൻസിനെ കുറിച്ചിട്ടാട്ടോ. ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഈസ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ടേക്ക് സം ഇൻപുട്സ് പെർഫോം സം ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. അതായത് ഒരു ബ്ലോക്ക് ഓഫ് ടാസ്കിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാമേ. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നോക്കൂ. ഇവിടെ മെയിൻ ഫംഗ്ഷനകത്ത് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്ന് കൊടുത്തു. സം ഈക്വൽ ടു പെർസെൻറ്റേജ് ടി എ പ്ലസ് ബി. അപ്പോൾ ഔട്ട്പുട്ട് സം ഈക്വൽ ടു 30 എന്ന് വരും. ഇതൊറ്റ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ അല്ലേ. നമുക്ക് A20 ബി 30 ആവുന്ന കേസ് നോക്കണം. പിന്നെ A10 ബി 50 ആവുന്ന കേസ്, അങ്ങനെ കുറേ കേസ് നോക്കണം. പിന്നെയും ഇനിഷ്യലൈസ് ഇന്ത്യ ഈക്വൽ ടു 10 ബി ഈക്വൽ ടു, അല്ലെങ്കിൽ സ്കാനഫ് ഉപയോഗിച്ച് ഓരോ തവണയും ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ടാസ്ക്, നമുക്കിതിനെ ഒരു ഫംഗ്ഷനാക്കി എഴുതാൻ സാധിക്കും. ഞാൻ അതിൻ്റെ കോഡൂടെ ഇവിടെ കാണിക്കാം. കണ്ടോ, ഇതാണൊരു ഫംഗ്ഷൻ. ഞാനിത് കുറച്ച് കഴിഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ കണ്ടോ, മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ്. അപ്പം ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എക്സിക്യൂഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്തത് മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. ഇതും ഒരു ഫംഗ്ഷനാണ്. ഇത് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതിന് ഈ മെയിൻ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനാണ് ഈ സം. ഫസ്റ്റ് എക്സിക്യൂഷൻ മെയിൻ ഫംഗ്ഷനിൽ വരുന്നു, പിന്നെ സം ഓഫ് 10, 20 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോള് നേരെ ഈ ഒരു ഫംഗ്ഷനോട്ട് ചെല്ലുന്നു. ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, അതായത് ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് വോയിഡ് കൊടുത്തത്. ഫംഗ്ഷന്റെ പേര് ഇത് ആർഗ്യുമെന്റ്സ് ആയിട്ട് ഇവിടെ 10, 20 പാസ് ചെയ്തു. ഇവിടെ ആദ്യം 10 വരും, പിന്നെ ഇവിടെ 20 വരും. എന്നിട്ട് സം ഈക്വൽ ടു 10 പ്ലസ് 20. ഫസ്റ്റ് കേസിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് പറയും? സം ഈസ് ഈക്വൽ ടു 30 എന്ന് വരും. അടുത്തത് പിന്നെയും നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു, പിന്നെയും ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ 10, 20ക്ക് പകരം 20, 30 വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? സം ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ഇതിൻ്റെ എന്ത് വരും? 50 എന്ന് വരും. ഓരോ തവണയും ഇനിഷ്യലൈസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സ്പെസിഫിക് ടാസ്കിനെ നമ്മളൊരു ഫംഗ്ഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെയിൻ ഫംഗ്ഷനിലെ കോഡ് റെഡ്യൂസ് ആവുകയും നമുക്ക് ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരുപാട് സെറ്റ് ഓഫ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു ഫംഗ്ഷനായിട്ട് എഴുതാൻ സാധിക്കും. ഇതാണ് ഫംഗ്ഷൻസ്. ഇനി ഇതിലെ ഓരോ കാര്യങ്ങൾ നോക്കാം. ഫംഗ്ഷൻസിന് ആദ്യം വരുന്നത് ഒരു റിട്ടേൺ ടൈപ്പ് വരും. ഇതിനെ വേറെ രീതിയിലും ചെയ്യാം കേട്ടോ. ഈ വോയിഡിന് പകരം ഇവിടെ ഇൻറ്റു കൊടുത്തിട്ട് നമുക്ക് ഇതിന് പകരം റിട്ടേൺ എ പ്ലസ് ബി എന്ന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ ഇതിന് റിട്ടേൺ ചെയ്യുന്ന എന്തായിരിക്കും? 30 റിട്ടേൺ ചെയ്യും. സം ഈസ് ഈക്വൽ ടു എന്ന് വരത്തില്ല. അപ്പോൾ നമ്മളിവിടെ സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ വരുന്ന വാല്യൂവിനെ ഒരു വേരിയബിളോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ വോയിഡ് കൊടുത്തിട്ട് ഇവിടെ പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. പല രീതിയിലും കൊടുക്കാം. ഇവിടെ നമ്മൾ ആദ്യം വരുന്ന റിട്ടേൺ ടൈപ്പ് വരും, ഫംഗ്ഷന്റെ പേര്, പിന്നെ ഇതാണ് ആർഗ്യുമെന്റ്സ്. നമ്മൾ ഈ പാസ് ചെയ്യുന്നതിന് നമ്മൾ പാരാമീറ്റർ എന്ന് പറയും. ഇതിവിടെ വരുമ്പോൾ ആർഗ്യുമെന്റ്സ് എന്നും പറയും. ഇതിനെ ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ് പറയുന്നത്. ഇതിനെ ഫംഗ്ഷൻ കോൾ എന്നും. ഇതെന്താണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇത് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഇത് ഫംഗ്ഷൻ കോൾ. പിന്നെ വേറൊന്നുണ്ട്, ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മെയിൻ ഫംഗ്ഷൻ തന്നെ എഴുതിയത്. അപ്പോൾ ഇത് നമ്മൾ താഴെയാണ് കൊടുത്തതെന്ന് വെച്ചോ. അതായത് ഈ ഫംഗ്ഷൻ മേളിൽ ഡിക്ലെയർ ചെയ്യാതെ താഴെയാണ്, ഡിഫൈൻ ചെയ്യാതെ മെയിൻ ഫംഗ്ഷന് താഴെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് അറിയണമല്ലോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇൻറ്റ് സമ്മ്, ഇൻറ്റ് അല്ലെങ്കിൽ വോയിഡ്, ഓക്കെ. അങ്ങനെ വരുന്ന കേസിൽ നമ്മളിവിടെ വോയിഡ് സം
ഇൻറ്റ് വേരിയബിൾ കൊടുക്കണമെന്നില്ല, ഇൻറ്റ് കൊമ ഇൻറ്റ് എന്ന് കൊടുത്താലും മതി. ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമുക്ക് താഴെ മെയിൻ ഫംഗ്ഷന് താഴെ ഇതിനെ ഡിഫൈൻ ചെയ്യാം. അങ്ങനെയും കൊടുക്കാം. പക്ഷെ നമ്മൾ മേളിലാണ് ഡിക്ലെയർ ചെയ്ത് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, അതായത് മെയിൻ ഫംഗ്ഷന് മുകളിലാണെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ടാസ്കിനെ ചെയ്യാൻ വേണ്ടിയിട്ട് സിയിലല്ല, എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലും ഫങ്ഷൻ ഉണ്ട്. നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാമിനകത്ത് പ്രൈം നമ്പർ കാണണം, അല്ലെങ്കിൽ സമ്മ് കാണണം, സം ഓഫ് ഡിജിറ്റ്, അങ്ങനെ കുറേ ടാസ്കുകൾ ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ മെയിൻ ഫംഗ്ഷനകത്ത്, അതായത് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് എഴുതുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുകയും പിന്നെ ഏതാണെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണേ ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യാം. പ്രൈമിന് ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം, സമ്മിന് വേണേൽ ഡിക്ലെയർ ചെയ്യാം, സം ഓഫ് ഡിജിറ്റിന് വേണേൽ ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ അല്ലെ ഇതെല്ലാം ഡിഫൈൻ ചെയ്തിട്ട് ആ ഓരോ ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്താൽ മതി. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത് കേട്ടോ. ഫംഗ്ഷന്റെ പേര് നമ്മൾ ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. ഫംഗ്ഷന്റെ പേര് നമ്മൾ പാരാമീറ്റർ ഉണ്ടെങ്കിൽ പാരാമീറ്റർ ഇവിടെ ഡിഫൈൻ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോൾ ചെയ്യാവുന്നതാണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുമ്പോൾ ഫങ്ഷൻസ് ഫസ്റ്റിൽ നമ്മൾ ഫങ്ഷൻ ഏതാണ്ട്, കാരണം മെയിൻ എന്ന് പറയുന്നത് ഒരു പ്രീഡിഫൈൻഡ് ഫങ്ഷനാണ്. മെയിൻ എന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് ഫങ്ഷനാണ്. അതുപോലെ തന്നെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. പുഷ് ഒരു ഫങ്ഷനാണ്, പോപ്പ്, പിന്നെ വേറെ ഏതാണ് മാപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിലൊക്കെ, പിന്നെ ഫിൽട്ടർ, അങ്ങനെ ഒരുപാട്. ഇതെല്ലാം പ്രീഡിഫൈൻഡ് ഫങ്ഷനാണ്. നമ്മൾ ഫങ്ഷന്റെ പേര് കൊടുക്കുമ്പോൾ ഒരിക്കലും പ്രീഡിഫൈൻഡ് ഫങ്ഷന്റെ പേര് കൊടുക്കരുത്. നമ്മൾ മെയിൻ എന്ന് പറഞ്ഞ് നമ്മളായിട്ടൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവിടെ സിന്റാക്സ് എറർ അടിക്കും. അഥവാ മെയിൻ 1 എന്നെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പ്രീഡിഫൈൻഡ് ഫങ്ഷന്റെ പേര് ഒന്നിനും കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഫങ്ഷൻ ഉപയോഗിച്ച് ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഞാൻ ചെയ്ത് കാണിക്കാം. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.